സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചാണല്ലോ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. PSC അത് നിയോഗിക്കുന്നതും വേക്കൻസി വരുന്നതിനനുസരിച്ച് PSCക്ക് റിപ്പോർട്ട് ചെയ്ത് PSC പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ഒരേ സമയത്ത് എടുക്കുക എന്നുള്ള ഒരു രീതി ഈ കേരളം രൂപീകരിച്ച കാലം മുതൽക്കില്ല. ഞാൻ ഒരു ഘട്ടത്തിൽ PSC എക്സാം എഴുതിയിട്ടുള്ള ഒരാളാണ്. നോക്കുമ്പോ നീ ആരാ? ഞാൻ സ്കൂൾ ടീച്ചറുടെ PSC എക്സാം എഴുതി എനിക്ക് പോസ്റ്റിംഗ് ആയത് ഒരു ഗവൺമെന്റ് UPയിലായിരുന്നു. പക്ഷെ ആദ്യത്തെ 2 ബാച്ചിലും എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പൊ ഞാൻ വളരെയധികം നിരാശപ്പെട്ടു. ഞാൻ എയ്ഡഡ് സ്കൂളിൽ ചേർന്നു. എയ്ഡഡ് സ്കൂളിൽ ചേർന്നതിന് ശേഷം പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് PSC കിട്ടി. എടാ നിനക്ക് വേറെ പണിയില്ലേ? എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ. ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിയിടായിരുന്നില്ലേ? ഞാൻ എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള എയ്ഡഡ് സ്കൂളിലായതുകൊണ്ട് ദൂരെ കിട്ടിയ ആ ഇത് ഞാൻ ഒഴിവാക്കിയത്. അത് മറ്റൊരാൾ വന്നു ചേർന്നു, മറ്റൊരാൾക്ക് കിട്ടി. അന്നും എന്റെ ഏത് കാലത്താണത് ആലോചിച്ചോ, 50 കൊല്ലം മുമ്പ്, 50-55 കൊല്ലങ്ങൾക്ക് മുൻപ് എനിക്ക് PSC കിട്ടിയപ്പോൾ പോലും നിരാശപ്പെട്ട് മടങ്ങേണ്ടി വന്ന ആയിരക്കണക്കിന് TTCയും പ്രീ ഡിഗ്രിയും അതുപോലെ BEdും കഴിഞ്ഞിട്ടുള്ളവരുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഇപ്പോഴും അത് തന്നെയാണ്. റാങ്ക് ലിസ്റ്റിൽ കുറെ ആളുകൾ എടുക്കും, കുറെ ആളുകൾ വരില്ല, കുറെ ആളുകൾ ചേരും. അപ്പോ 1 by 1 ആയിട്ട് ഓരോരുത്തർക്ക് കിട്ടും. അതിനൊരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലാവധി ഗവൺമെന്റ് PSCയും കൂടി നിശ്ചയിച്ചതാണ്. ഇപ്പോൾ ഇവർക്കെല്ലാം തൊഴിൽ ജന്മാവകാശമാണ്. പക്ഷെ എഴുതിയ എല്ലാ പരീക്ഷകളിലും ജയിച്ച് ഇവര് തന്നെ ഒരു 4 പരീക്ഷയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. 4 അല്ല, ചിലപ്പോ ബാങ്കിങ് മേഖലയിലൊക്കെ ഒരു 5-10 ബാങ്കുകളിൽ ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. എനിക്കറിയാം. അങ്ങനെ ചിലപ്പോ 5 എണ്ണത്തിലും കിട്ടി, 1 മാത്രം ചേർന്ന് ബാക്കിയുള്ളവർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി മാത്രമാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഇവർക്കാർക്കും തൊഴിൽ കൊടുക്കണ്ടെന്നോ തൊഴിൽ കിട്ടരുത് എന്നോ ഈ ഗവൺമെന്റ് അങ്ങനെ ആഗ്രഹിക്കോ? ആരാടാ ഈ പടത്തിന്റെ ഡയറക്ടർ? ഞാനാണ് സാർ. അവനെടുത്ത് വണ്ടിയിൽ എന്താണ് നമ്മളുടെ ആളുകൾ പറയുന്നത്? ഈ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കെടുത്ത് നോക്കിയാൽ കേരളത്തിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഒഴിഞ്ഞിട്ടുണ്ടോ? അന്വേഷിക്കാം. വേക്കൻസി ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞിട്ടും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് തെറ്റാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം ഗവൺമെന്റ് അത്ര, പ്രത്യേകിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ കർക്കശമായ നിലപാടാണ് ഈ ഒരു കാര്യത്തിൽ, തൊഴിൽ നൽകുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ളത്. യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പരിശോധിക്കാം. ഹെൽത്തിലാണ് ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ളത്. അവിടെ വേക്കൻസി ഉണ്ടോ? ഏതെങ്കിലും മിനിസ്റ്റീരിയൽ സ്റ്റാഫിലോ അല്ലെങ്കിൽ ഡോക്ടർമാരുടെയോ നഴ്സുമാരുടെയോ പ്രൊമോഷൻ കൊടുക്കാത്തതുണ്ടെങ്കിൽ അതും നമുക്ക് പരിശോധിക്കാം. പ്രൊമോഷൻ കൊടുക്കാതെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ, അത് കാലതാമസം വരുന്നുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അവർക്ക് പറയാം. അതൊന്നുമല്ല, ഇത് പോലീസിന്റെ ഒരു കാര്യമാണ്. ഈ കേരളത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പ്രത്യേകിച്ച് വനിതാ പോലീസുകാർക്ക് ഏറ്റവും അധികം ജോലി കൊടുത്ത ഒരു കാലഘട്ടമാണ്. ഫയർഫോഴ്സിൽ പോലും നമ്മുടെ പെൺകുട്ടികളെ എടുക്കണം എന്ന് തീരുമാനിച്ചെടുത്ത ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ, നടപടിക്രമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ വാശി പിടിച്ച് പോവുകയല്ല വേണ്ടത്. മറിച്ച് പോലീസിലും അവർ എഴുതിയിട്ടുണ്ട്, ക്ലറിക്കലും എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോസ്റ്റിലും വേക്കൻസിയിൽ അവർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷേ ജോലി കിട്ടണമെന്നുള്ള അവരുടെ ആഗ്രഹത്തോടൊപ്പമാണ് എല്ലാവർക്കും ജോലി. അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പഠിച്ച കുട്ടികൾക്ക് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ വളരെ അവരുടെ മിതമായ ആഗ്രഹമാണ്, അത് അവരുടെ അവകാശവുമാണ്. പക്ഷേ ഓരോ ഗവൺമെന്റും, ഇന്ത്യയിലെ ഏതൊരു ഗവൺമെന്റും ചെയ്യുന്നതിന്റെ അപ്പുറത്ത് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിലാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലിന്റെ കാര്യത്തിൽ എന്നുള്ളത് യാതൊരു സംശയവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ സ്റ്റേറ്റിൽ ഏത് നിയോജക മണ്ഡലത്തിലായാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് പോലും കെട്ടിവെച്ച കാശ് തിരിച്ചുപിടിക്കാൻ ശേഷിയില്ലാത്ത ബ്രാക്കറ്റ് പാർട്ടിയെ
പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് നയിക്കുന്ന അനിഷേധ്യ നേതാവിനോട്? അല്ലെങ്കിൽ ഒരേ സമയം ക്ലിഫ് ഹൗസിന്റെയും കന്റോൺമെന്റ് ഹൗസിന്റെയും അടുക്കളപ്പുറങ്ങളിൽ ചെന്ന് മുത്തും പവിഴവും പണ്ടങ്ങളും കാഴ്ചവെച്ച് വണങ്ങാൻ ഉളുപ്പില്ലാത്ത പൊളിറ്റിക്കൽ പിമ്പിനോട്? ആണും പെണ്ണും കെട്ട രാഷ്ട്രീയ ഹിജടയോട്? ഒന്ന് നിർത്തണോടുന്ന്. നിർത്താം സാർ. ഒരു മന്ത്രി എന്നുള്ള അധികാരം വെച്ച് ആരെയും ഏത് സദസ്സിലും ബുളി ചെയ്യാമെന്നും ബെലിറ്റിൽ ചെയ്യാമെന്നുമുള്ള നിങ്ങളുടെ ഈ ധാർഷ്ട്യമുണ്ടല്ലോ, അർഹിക്കാത്തത് വീണ്ടും കിട്ടിയ അല്പന്റെ ധാർഷ്ട്യം. പ്ലീസ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഔട്ട് ഓൺ ദ റോങ് പേഴ്സൺ.